അമേരിക്കയിൽ ചികിത്സിക്കുന്ന പിണറായിക്ക് തുടർ ചികിത്സ കേരളത്തിലാക്കാൻ പറ്റുമോ? ഒന്നാം നമ്പർ തള്ള് നിരന്തരം നടത്തിയിട്ട് അമേരിക്കയിൽ ചികിത്സയ്ക്ക് വിമാനം കയറുന്ന പിണറായി വിജയന് തുടർ ചികിത്സ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ നടത്താൻ ചങ്കൂറ്റമുണ്ടോ എന്ന് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ. അതിനുള്ള കരുത്തൊന്നും ആ കുപ്രസിദ്ധ ഇരട്ടച്ചങ്കിൽ ഉണ്ടാകില്ലെന്നറിയാം. എന്നാലും പറയുകയാണ്, കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ച മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ നിന്നും മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും സൂചിയും നൂലും പഞ്ഞിയും പോലും ഇല്ലാത്ത സർക്കാർ ആശുപത്രികളുടെ മുന്നിൽ നിന്നും ആരോഗ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തുന്ന കപ്പൽ കണക്കുള്ള തള്ളുകൾ താങ്കളും ഏറ്റുപറയും. മുന്നേ ഉളുപ്പില്ലാതെ നാവുകളൊന്ന് ഫിനോയിൽ വെച്ച് കഴുകണമെന്നും ഫേസ്ബുക്കിൽ ജിൻഡോ ജോൺ കുറിച്ചു. അമേരിക്കയെ കവച്ചു വയ്ക്കുന്ന തിരക്കിൽ അതിസമ്പന്നർ പോലും ചികിത്സിക്കാൻ കാത്തു നിൽക്കുന്ന കേരളത്തിലെ ആശുപത്രികളിൽ നിന്നും കേൾക്കുന്ന പാവപ്പെട്ടവരുടെ നിലവിളി കേൾക്കണം കപ്പിത്താനി നിങ്ങൾ. നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും പരിഗണിക്കുന്നില്ലെന്ന് പരിതപിച്ച വേണു മരണപ്പെട്ടതിൻ്റെയും കാരണഭൂതൻ നിങ്ങൾ തന്നെയാണ്. ഈ PR തള്ളുകൾ കേട്ട് മരിച്ച മനുഷ്യരുടെ കൊലപാതകത്തിന്റെ പാപക്കറ വൃത്തിയാകട്ടെ. എങ്കിലും ഈ കൊലക്കുറ്റത്തിൽ നിന്നും ഒഴിവാക്കാൻ പിണറായി വിജയനും വീണ ജോർജിനും കൂട്ടാരം വിദൂഷകർക്കും ഒഴിവാക്കാനാകില്ല. കോടികൾ മുടക്കി നടത്തിയ അതിദരിദ്രൻ ഇല്ലെന്നുള്ള തള്ളു നടന്നതിന്റെ ഒരാഴ്ചയ്ക്ക് സർക്കാർ ആശുപത്രിയിൽ അവഗണിക്കപ്പെട്ട് മരിച്ച വേണുവിനെ പോലുള്ള അതിസമ്പന്നരെ താങ്കൾ കാണാതെ പോകല്ലേ. ഒന്നാം നമ്പർ തള്ളിനിടയിൽ ഇതുപോലെ മരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയും ഒരു ആഗോള സംഗമം നടത്താവുന്നതാണ്. അവരുടെ മരിച്ചടക്ക് ചടങ്ങിന് വാങ്ങിയ സാധനങ്ങളുടെ നികുതിയിൽ നിന്ന് തന്നെ അതിനായി കോടികൾ വക മാറ്റാവുന്നതുമാണ്. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറുകളിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ കൂട്ടി എത്രയും വേഗത്തിൽ ഒരു ഭരണകൂട കൊലപാതക കോൺക്ലേവ് നടത്തണം സാർ. ഈ കപ്പൽ മുഴുവൻ സാധാരണക്കാരുടെ കണ്ണീർ കടലിൽ മുങ്ങിത്താഴാൻ പോവുകയാണ് സാർ. സാധാരണക്കാരെ മുതൽ ശബരിമല വരെ കൊള്ളയടിച്ചതുമായി കടന്നു കളയാൻ നിങ്ങൾ കയറിയ ഈ കപ്പലിന്റെ മേൽ നിങ്ങൾ അവഗണിച്ച മനുഷ്യരുടെ ശാപമേഘങ്ങൾ ഇടിച്ച കുത്തി പെയ്തൊഴിയാണ് സാർ. ഇങ്ങനെ ഉളുപ്പില്ലാതെ ഇനിയും തള്ളാൻ നാണമുണ്ടോ സാർ എന്ന് കുറിച്ചുകൊണ്ടാണ് ജിൻഡോ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.